ഹോർമൂസ് കടലിടുക്കിലെ ഒമാൻ തീരത്തോട് ചേർന്നുള്ള സമുദ്രഭാഗത്ത് മൈനുകളുടെ സാന്നിധ്യം സംശയിക്കുന്നതിനെ തുടർന്ന് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യാന്തര തലത്തിൽ അതീവ പ്രാധാന്യമുള്ള ഈ കപ്പൽ ചാലിൽ സുരക്ഷാ ഭീഷണി ഉയർന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന എല്ലാത്തരം വാണിജ്യ ചരക്ക് കപ്പലുകൾക്കും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ കടുത്ത ജാഗ്രത പുലർത്താനുള്ള ഔദ്യോഗിക നിർദ്ദേശം നൽകി കഴിഞ്ഞു. കടലിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളോ വസ്തുക്കളോ കണ്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ US-ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് വഴിമാറുന്നു. ഒമാൻ തീരത്തോട് ചേർന്ന സമുദ്രഭാഗത്ത് മാരകമായ കടൽ മൈനുകളുടെ സാന്നിധ്യം സംശയിക്കുന്നതായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ വലിയ ആശങ്കയ്ക്കാണ് കാരണമായിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു വൻ സ്ഫോടനം നടക്കാമെന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിൽ ഈ മേഖലയിലുള്ളത്. കടലിലെ ഈ മരണക്കെണിയെക്കുറിച്ച് ആദ്യം അലർട്ട് സന്ദേശം ലഭിച്ചത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണ്. ഇതേ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾക്കും ഈ വഴി കടന്നുപോകുന്ന വൻകിട വാണിജ്യ കപ്പലുകൾക്കും ഒമാൻ ഭരണകൂടം ഔദ്യോഗികമായി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ തീരത്ത് ഒരു വാണിജ്യ കപ്പലിന് നേരെ സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ നാവികസേന മേഖലയിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ സമുദ്രമേഖലയിൽ വ്യാപകമായി മൈനുകൾ നിക്ഷേപിക്കുന്നതായി US ഇന്റലിജൻസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണ നടപടികൾ ഇറാൻ പാർലമെന്റ് ആരംഭിക്കുകയും ചെയ്തു. അമേരിക്ക നയതന്ത്ര ചർച്ചകളെ വഞ്ചിച്ചുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോൾ മേഖലയിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കമാണിതെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാശി അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തെയും സമുദ്ര സുരക്ഷയെയും ഒരുപോലെ സംശയത്തിന്റെ നിഴലിലാഴ്ത്തുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളെ തുടർന്നാണ് ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷാ ഭീഷണി ഇത്രയധികം ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും നീക്കങ്ങളും മേഖലയെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയാണ്. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ ഇറാൻ കടലിൽ മൈനുകൾ നിക്ഷേപിക്കുന്നതായി US ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ തീരത്ത് വച്ച് ഒരു വാണിജ്യ കപ്പലിന് നേരെ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സംഭവം മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിച്ചു. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം നിയമപരമാക്കാനുള്ള നടപടികളിലേക്ക് ഇറാൻ കടന്നിരിക്കുകയാണ്. ഇതിനായുള്ള പ്രത്യേക ബില്ലിന്മേൽ ഇറാൻ പാർലമെന്റ് ഔദ്യോഗികമായി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയമപരമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വ്യാപാരത്തെയും ബാധിക്കുമെന്നതിനാൽ മറ്റ് വിദേശ രാജ്യങ്ങളും ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന നയതന്ത്ര ചർച്ചകളും ധാരണകളും വീണ്ടും അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിലാണ് പുതിയ പ്രതിസന്ധികൾ ഉടലെടുത്തത്.